ഇത് ബേലങ്കിയൊന്നും അല്ലാന്ന് തോന്നും. ഇനി വെള്ളത്തോലാന്നല്ല കാണുന്നത്. ഇതെന്ത് കപ്പയാന്നോളി? എന്തായാലും ബേലങ്കിയല്ല, ഇത് ആമ്പക്കാടനായിരിക്കും. കണ്ടിട്ട് അങ്ങനെ തോന്നി. ഇത് വെച്ചാൽ വേറെ രീതിയായിരിക്കും. ചില കപ്പ കടയിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ നല്ല കപ്പയായിരിക്കും, നല്ലോണം വെന്തിട്ട് നല്ല ഉടയും. ചിലത് പറയാൻ കഴിയില്ല, പറ്റിക്കപ്പെടും. ഇതെങ്ങനെയാണെന്നറിയില്ല, കണ്ടിട്ട് വേകുന്ന പോലെ തോന്നുന്നുണ്ട്. ചിലത് നമ്മൾ വെച്ച് എത്ര വേവിച്ചാലും ഒരു വേകാത്ത പോലെ കിളുകളാ കിടക്കും. അന്നേരമാണ് നമ്മൾ കപ്പേൻ്റെ ആഗ്രഹം തോന്നിയിട്ട് കപ്പ മേടിച്ച് അല്ലേ ആശിച്ച് കൊതിച്ച് കപ്പയെല്ലാം ഉണ്ടാക്കി വരുമ്പോൾ വേണ്ട കിട്ടുമ്പോൾ ഒരു വല്ലാത്ത നിരാശയാണ്. നോമ്പെല്ലാം ആകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കപ്പ തിന്നാനൊരു കൊതി. നോമ്പ് തീർന്നാൽ പിന്നെ കുറേ ആയി കപ്പ വാങ്ങിയിട്ട്. മറ്റു ഞായറാഴ്ചയെല്ലാം കപ്പ വാങ്ങി. ഇന്ന് രാവിലെ ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് കപ്പയും പൊട്ടിയാക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ഒരു ചെറിയ ചായയും കടിയെല്ലാം കുടിച്ച് അങ്ങനെ 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ആക്കാം. എല്ലാവരും എണീക്കണം അത്രേ പിള്ളേരെല്ലാം. പിന്നെ കപ്പ മിനിഞ്ഞാന്നേ ടൗണിൽ പോയി വാങ്ങിയതാണ്, കപ്പയും പൊട്ടിയും. കുറേ കാലം ഒരു കപ്പക്കും പൊട്ടിക്കും വല്ലാത്ത കൊതി വരുന്നു. നോമ്പായാൽ പിന്നെ നമുക്ക് ഒന്ന് എന്നാൽ കുറേ ആയി കപ്പയും പൊട്ടിയെല്ലാം വാങ്ങിയിട്ട്. അങ്ങനെ കപ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബോട്ടിയും കൂടി കറി വെച്ചാൽ നമുക്ക് കപ്പയും ബോട്ടിയും തിന്നാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നത്തെ ഒരു 10 മണി 10:30 ആകുമ്പോഴത്തേക്ക് കപ്പയും ബോട്ടിയും ആക്കണം എന്ന് വിചാരിക്കുന്നു. ഇന്ന് കപ്പ മിനിഞ്ഞാന്ന് മേടിച്ചുകൊണ്ട് വെച്ച കപ്പയാണ്. ബോട്ടി പിന്നെ ഉണ്ടായിന്, അന്ന് വെച്ച് മിനിഞ്ഞാന്ന് കുറച്ച് വെച്ച് ബാക്കിയുള്ളത് ഇന്ന് വെക്കാമെന്ന് വിചാരിച്ചിട്ട്. കപ്പ വെക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് എന്തോ അറിയില്ല, ചില സമയം ഓരോന്നിനോരോ പൂതി വരുവേ. അതിങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിൽക്കൂല. ഇത് ബോട്ടി കഴുകിയെല്ലാം വൃത്തിയാക്കിനി അതിൻ്റെ പണി നോക്കണം. അടുപ്പത്ത് വെക്കാൻ നോക്കണം. മസാലകളെല്ലാം ഇടണ്ടേ. മസാലയെല്ലാം പുരട്ടി സവോളയും തക്കാളി ഇതെല്ലാം വഴറ്റി ഇത് അടുപ്പത്ത് വെക്കണം. കപ്പ അടുപ്പത്ത് നിന്ന് വേകുന്നുണ്ട്. ഓരോ കഷ്ണം എല്ലാവർക്കും കൊടുത്ത് 10 ആക്കും 10 കഷ്ണം കൊടുത്ത് എന്നിട്ടും പോരാന്നുള്ള രീതിയിൽ അടക്കിടന്നിട്ട് സവോള നോക്കുമ്പോൾ ഇല്ല. 2 വട്ടം സവോളനെ കൊണ്ട് ഉള്ളിവട ഉണ്ടാക്കി ചായക്കടി. അതുകൊണ്ട് സവോള തീർന്നു പോയി. അതുകൊണ്ട് ചെറിയുള്ളി എടുത്തിട്ട്, ചെറിയുള്ളി കുഴപ്പമില്ല, നല്ലല്ലേ ബോട്ടിക്ക്, ചെറിയുള്ളി ആക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ ബോട്ടിയല്ലേ, നമുക്ക് ഇറച്ചിയല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ബോട്ടിക്ക് അങ്ങനെ പാട് ഉള്ളി വേണമെന്നൊന്നുമില്ല, കുറച്ചേ കൊണ്ടു. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി ഇടേണ്ട ആവശ്യമൊന്നുമില്ല. കുരുമുളകും ഇതെല്ലാം ഇട്ട് വരട്ടിയാൽ മതി, മുളക് പൊടിയും എല്ലാം ഇട്ടിട്ട്. അതാ ടേസ്റ്റ്. തക്കാളി വേണ്ട. ഇപ്പോൾ ചേനയോ ചേമ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാന്താരിയെല്ലാം ചിലവാകും. ഇനിയിപ്പോൾ അതൊന്നുമില്ല. പണ്ട് നട്ടുണ്ട്, ഇപ്പോൾ ഒന്നും നട്ടാൽ കിട്ടുന്നില്ല. എല്ലാം പന്നി വന്ന് കൊത്തി കളയുന്നുണ്ട്. ഇന്നിപ്പം നട്ട് കാര്യമില്ല. കപ്പക്കും വേണം കാന്താരി. പച്ചമുളക് ഉണ്ട പച്ചമുളക്, നീളം പച്ചമുളക് എല്ലാം ഉണ്ട്.
അത് വേവുള്ള കപ്പയാണ്. വടി വീശി കാണിച്ചിട്ടാ. അങ്ങനെ നമ്മളെ കപ്പ ബോട്ടിയുടെ റെഡി ആകുന്നുണ്ട്. റെഡിയായി കഴിക്കാൻ പോക്കാന്നേ. ബോട്ടി കുറച്ച് വെള്ളം വെച്ചുകൊണ്ട്, വെള്ളം വേണമല്ലോ ബോട്ടിക്ക് എന്നുവെച്ചാൽ ഇത് പിന്നെ വേവുണ്ട്. എന്താ വീഡിയോ പിടിക്കാൻ വേണ്ടി